എന്താ നീ എഴുതി വെച്ചിരിക്കുന്നത്? നിന്റെ ആൻസർ ഷീറ്റിൽ മൊത്തം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണല്ലോ. പഠിക്കുന്ന സമയത്ത് നേരെ പഠിക്കാൻ അറിയില്ല അല്ലേ? എപ്പോ നോക്കിയാലും ഈ ഫോൺ നോക്കിക്കൊണ്ടിരുന്നോ? നിന്റെ ടീച്ചറെ ഞാൻ വിളിക്കുന്നുണ്ട്. ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ല പറഞ്ഞ് നല്ല അടി വെച്ച് തരാൻ പറയാട്ടോ. നിന്നെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ എന്തിനാ റസീന ആ കുട്ടിനെ എപ്പോ നോക്കിയാലും ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് ചെറിയ കുട്ടിയല്ലേ, അതിന് ഏറ്റിയ പൊന്താത്ത കയ്യിൽ തലയിൽ ഇപ്പൊ തന്നെ വെച്ചു കൊടുക്കണോ? ഉമ്മത് എന്താ പറഞ്ഞിട്ടാ വർത്താനം പറയണത്? മാസം സ്കൂൾ ഫീസ് എന്ന് പറഞ്ഞിട്ട് എത്ര കാശ കൊണ്ടേ അടയ്ക്കുന്നത് വല്ലതും അറിയോ നിങ്ങക്ക്? ഇതൊന്നും ഉണ്ടായിട്ട് ചെയ്യണതല്ലേ. പിന്നെ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഇത്തിരി വിദ്യാഭ്യാസമൊക്കെ വേണ്ടേ പറഞ്ഞിട്ട് ചെയ്യണതാണ്. പഠിക്കുന്ന സമയത്ത് കുട്ടികൾ പഠിച്ചില്ല പറഞ്ഞാലേ എന്നെ പോലെ അടുക്കള പണി ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതൊന്നും മനസ്സിലാക്കാൻ നിങ്ങൾ ഇങ്ങനെ അവളെ കൊഞ്ചിച്ച് വഷളാക്കിയാലോ? നീ റൂമിക്ക് വാട്ടാ, നിന്നെ ഞാൻ കാണിച്ചത്. ഞാൻ വാപ്പമ്മാന്റെ കുട്ടി ഇങ്ങോട്ട് വന്നാ ഉമ്മാനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ. കുട്ടി പഠിച്ച് വലിയ ആളാകാൻ വേണ്ടിട്ടല്ലേ ഉമ്മ അങ്ങനെ ചീത്തയൊക്കെ പറയണ്. അപ്പൊ കുറച്ചേരം കളിച്ചിട്ട് കുട്ടി പോയി പഠിക്കോ? നല്ല കുട്ടി. ഹലോ. എന്താ ഫോൺ എടുക്കാൻ ഇത്ര നേരം? നീ എവിടെയായിരുന്നു? ഇക്ക ഞാൻ കുളിക്കായിരുന്നേ. കുട്ടി എവിടെ, സ്കൂൾ പോയോ? ഇല്ലക്ക, ഇന്ന് സ്കൂളൊന്നും ഇല്ല. സെക്കൻഡ് സാറ്റർഡേ അല്ലേ. അവളതാ താഴെ കളിക്കേ തോന്നണു. ഉമ്മയും താത്തയൊക്കെ എവിടെ? എല്ലാരും ഉണ്ട്. ഞാൻ അമ്മനെ 2 ദിവസം മുമ്പ് വിളിച്ചപ്പോ ഇക്കാക്ക് ഒരു പൈപ്പ് കമ്പനിയിൽ പണി ശരിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇക്കാ പണിക്ക് പോകാൻ തുടങ്ങിയോ? ഒരുങ്ങി കെട്ടിയിട്ട് ഇപ്പൊ ഇന്ന് പോയിട്ടുണ്ട്. എത്ര ദിവസത്തേക്കാണാവോ? എന്താടി നിനക്ക് ആക്കിയിട്ടുള്ളൊരു വർത്താനം? ഇതൊന്നും അത്ര ശരിയല്ല കേട്ടാ. ഇപ്പൊ ഞാൻ പറഞ്ഞതായി കുറ്റം. നിങ്ങളുടെയൊക്കെ കാട്ടണതിനൊന്നും ഒരു കുറ്റവും ഇല്ല അല്ലെ? അവരിത് എന്ത് കണ്ടിട്ടാന്ന് ഞാൻ ആലോചിക്കണതേ. നാട് മുഴുവൻ നടന്ന് കടമായി കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ വീട്ടും പറഞ്ഞിട്ടേ ഈ മനുഷ്യൻ? എന്നാ എവിടെയെങ്കിലും ഒരു പണിക്ക് സ്ഥിരമായിട്ട് പോയി നിൽക്കുവോ? അതൊട്ട് ചെയ്യൂല്ല. 4 ദിവസം ഒരു പണിക്ക് പോയി പറഞ്ഞാൽ 5ാമത്തെ ദിവസം വീട്ടിൽ വന്നിരിക്കും. അവിടെ വേദനിക്കണു ഇവിടെ വേദനിക്കണു എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെയും കണ്ടിട്ട് അതൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ ഒരു കെട്ടിയവളൂ. നീ വെറുതെ ഒന്നും അറിയാണ്ട് ഇങ്ങനെ ഓരോന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ അങ്ങനെ ഒന്നും അറിയാണ്ടൊന്നും ഒരു കാര്യം പറയാൻ നിൽക്കില്ലക്ക. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇവിടെ ഇപ്പൊ ദിവസം വീടിന് മുമ്പിൽ കടക്കാർ വന്ന് ശല്യം ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ആൾക്കാർ കണ്ടാലേ അതിന്റെ നാണക്കേട് ആർക്കാണ്? നമുക്കും കൂടിയിട്ടല്ലേ. ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടുള്ള ശീലമൊന്നും എനിക്കില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനിയിപ്പോ ഞാൻ നിങ്ങളുടെ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് പറ്റിയില്ല പറഞ്ഞാലേ ഞാൻ ഒന്നും പറയാനും വന്നിട്ടില്ല, നിങ്ങളൊന്നും കേട്ടിട്ടില്ല നിങ്ങൾ വിചാരിച്ചാ മതി. ശരി ശരി, എന്നാ ഞാൻ പിന്നെ വിളിക്കാം. ശരി എന്നാ. എന്താ ജെസ്സിയെ, അവൻ എത്ര നേരമായിട്ട് പണി മാറ്റിട്ട് വന്നില്ലേ? ഇല്ലമ്മ, ഇത്ര നേരമായിട്ട് ഇങ്ങോട്ട് കാണാനില്ല. ഞാനിപ്പോ അതാ നോക്കിയിരിക്കണതേ. ഇന്നലെയൊക്കെ 5:30 ഇങ്ങോട്ട് എത്തിയില്ലേ? എന്താണ് ആവോലെ വരാത്തത്? നീ അതിനിങ്ങനെ ബേജാറാവൊന്നും വേണ്ടേ. കടയിൽ എന്തെങ്കിലും തിരക്കുണ്ടാവും, അതായിരിക്കും വരാൻ വൈകുന്നത്. അതാ വരുന്നു. എന്തെന്ന് ഇത്ര നേരം വൈകി? കടയിൽ തിരക്കുണ്ടായിരുന്നോ? ഇല്ലടി, ഞാൻ 5 മണിക്ക് തന്നെ ഇറങ്ങി. ഞാൻ വരുന്ന വഴിക്ക് എൻ്റെ ഇടുപ്പ് വേദനന്റെ തൈലല്ലേ, അത് വാങ്ങിക്കാൻ വേണ്ടി പോയി കടയിൽ. അതത്ര വൈകിയത്. എന്നാ നിങ്ങൾ ഇരിക്കി, ഞാൻ ചായ വെച്ചിട്ട് വരാം. എടുത്തിട്ട് വാ. ഇപ്പ എന്റെ സ്കൂളിന്റെ അടുത്താഴ്ച ടൂർ പോണ്ടേ? എന്റെ എല്ലാ ഫ്രണ്ട്സും പോണ്ടേ, ഞാനും പോട്ടെ? വേണ്ട, ടൂറൊന്നും പോകാൻ നിൽക്കണ്ട. എന്താ ദിൽന ഇപ്പൊ അതിന്റെ ബുദ്ധിമുട്ടൊന്നും അറിയാണ്ട് ഇങ്ങനെ ഓരോന്ന് ആവശ്യപ്പെടുക? നിങ്ങൾ ആ ചായ കുടിച്ചിട്ടേ വന്നിട്ട് കുളിക്കാൻ നോക്കി. ഞാൻ അവിടെ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. എത്ര ഉറുപ്പിയാണ് ടൂർ പോകാന്? 750. വാപ്പമ്മക്കേ 2 ദിവസം കഴിഞ്ഞ പെൻഷൻ കിട്ടും, അപ്പൊ തന്നാ പോരെ? അപ്പൊ ഇതാരും അറിയണ്ടാട്ടാ. ഡേ, ഇവിടെ വാ. പോയിട്ട് ആ സ്നാക്സ് ബോക്സ് എടുത്തിട്ട് വാ. നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ഞാൻ എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ റൂമിലിരുന്ന് കഴിക്കണമെന്ന്? ഇനി ഇത് എടുത്തിട്ട് നീ പുറത്തു പോയി ഞാൻ കാണട്ടെ. ഇവിടെ കയറും ഇങ്ങട്. ദിൽന ഇങ്ങോട്ട് വാ. കറണ്ട് ബില്ല് ഇപ്രാവശ്യം ഇത്തിരി കൂടുതലാണല്ലോ. എങ്ങനെയായിന്? ഒരു നിയന്ത്രണവും ഇല്ലാത്ത പെരുമാറ്റമല്ലേ. കാശ് മാത്രം ചോദിച്ചാൽ ആരടുത്തും ഉണ്ടാവൂല്ല.
താത്ത, ഇതാട്ടോളൂ ഈ മാസത്തെ കറണ്ട് ബില്ല്. ഇതിലിപ്പോ ഞാൻ 1000 രൂപ വെച്ചിട്ടുണ്ട്. ബാക്കി ചേർത്തിട്ടേ ഇക്കാലത്ത് കൊണ്ടുപോയി അടയ്ക്കാൻ പറയും. റസീന, അതിനിപ്പോ ഇക്കാലത്ത് പൈസ ഉണ്ടാവോന്ന് അറിയില്ല. ഇക്കാക്കിപ്പോ വയ്യാണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായില്ലേ. ഇന്നലെ അല്ലേ ഇപ്പൊ മെല്ലെ പണിക്ക് കയറിയിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? അപ്പൊ ഈ വീട്ടിൽ ചെലവ് മൊത്തം ഫൈസലൊക്കെ മാത്രം നോക്കട്ടെ എന്നാ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല റസീന. നമ്മളിപ്പോ കുറച്ച് ബുദ്ധിമുട്ടിലാണ്. ഇക്ക ഈ വയ്യായികം വെച്ചിട്ട് പണിക്ക് പോകണത് തന്നെ ഇക്കാക്ക് മരുന്ന് വാങ്ങാനുള്ള കാശെങ്കിലും കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. അത്രയ്ക്ക് ബുദ്ധിമുട്ടിലാണെന്നുണ്ടെങ്കിലേ ചെലവുകൾ നല്ല നിയന്ത്രിക്കാൻ അറിയണം. നിങ്ങൾക്ക് ഏത് കാലത്തും ബുദ്ധിമുട്ടാണ്, കടാണ്, പ്രാരാബ്ദമാണ് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ സഹിച്ചോളുന്നുണ്ടോ? ഈ മാസം പൈസ അയച്ചു കഴിഞ്ഞാൽ അത് മാത്രമേ ബാക്കിയുള്ളൂ. ഇക്ക അവിടെ ഗൾഫിൽ കടന്ന് സമ്പാദിക്കേണ്ടത് പറഞ്ഞാൽ നമുക്ക് ഈ പ്രാരാബ്ദം ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്നാ നിങ്ങളുടെ വിചാരം? അതിൽ ബാക്കി പൈസ ഉണ്ടെങ്കിൽ ഇക്കാലത്ത് കൊണ്ടുപോയി ചേർത്തിട്ട് അടയ്ക്കാൻ പറയും. അതല്ല എന്നുണ്ടെങ്കിൽ അവർ വന്നിട്ട് ഫ്യൂസ് അഴിച്ചിട്ട് പോയിക്കോട്ടെ. ഇനിയിപ്പോൾ ആ ഒരു നാണക്കെടും കൂടിയല്ലേ ഈ വീട്ടിൽ വരാനുള്ളൂ. ഇക്ക, ഈ മാസത്തെ കറണ്ട് ബില്ല് വന്നിട്ടുണ്ടേ. 2000 റുപ്യാണ്. 1000 റസീന തന്നിട്ടുണ്ട്. 1000 കൂടി ചേർത്തിട്ട് നമ്മൾ അടയ്ക്കണം. ഇപ്പം എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ ജോസിയെ. നീ ഒരു കാര്യം ചെയ്യും, തൽക്കാലം ഇപ്രാവശ്യം അവരുടെ അടുത്ത് അടയ്ക്കാൻ പറ. അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കും നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ മാറുമല്ലോ. അപ്പം നമുക്ക് അടയ്ക്കാം. അപ്പം എന്തായാലും ഞാനൊരു പണിക്ക് കയറിയിട്ടുണ്ടല്ലോ. അതൊന്നും ശരിയായില്ല അക്ക. നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യേ, തൽക്കാലേ ഈ കമ്മല് കൊണ്ടുപോയിട്ട് പണയം വെച്ചിട്ട് ആ കറണ്ട് ബില്ല് അടയ്ക്കാൻ നോക്കി. എന്നാടി നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഇവിടെ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾ വെറുതെ എഴുതാപ്പുറം വായിക്കാൻ നിൽക്കണ്ട. നിങ്ങളത് പിടിക്ക്. എന്താ കാട്ടുന്നത് രണ്ടാളും? പഠിക്കുക? നീ മുട്ടായി കഴിച്ചോട്ടാ. ഇക്ക, ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നണ്ട കേട്ടോ. ഇതുപോലുള്ള മിഠായികളൊന്നും ഞാൻ അവൾക്ക് വാങ്ങിക്കൊടുക്കാൻ നിൽക്കണ്ട കേട്ടോളെ. അവൾക്ക് വേണ്ടതൊക്കെ ഞാൻ അവിടെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇനി വാങ്ങിക്കൊടുത്തില്ല പറഞ്ഞിട്ട് എനിക്കൊരു പരാതിയും ഇല്ല. ഇതുപോലെ ലോ ക്ലാസ് മിഠായികളൊക്കെ തിന്നിട്ട് അതിന് വല്ല അസുഖം പിടിച്ചാലേ. നിർത്തടി. എന്താ നീ പറഞ്ഞു വരുന്നത്? ഞാൻ കുറെ ദിവസമായി ക്ഷമിച്ച് നടക്കുകയാണ്. എനിക്കൊന്നും മനസ്സിലാവില്ല എന്നാ നീ വിചാരിച്ച്? അവൾ എന്താ ഓരോ കുത്തുവാക്കും അവളുടെ ഒരു പെരുമാറ്റവും. ഞാൻ വെറുതെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കുകയാണ്. എന്താണ്? എന്താ ഇവിടെ? ഉമ്മ, നിങ്ങൾ ഇവിടുത്തെ മര്യാദയ്ക്ക് സംസാരിച്ചോളാൻ പറഞ്ഞോളി. ജെസ്സി, നീ ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട. ഇല്ല അക്ക, അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടേ ഒന്നും മിണ്ടാണ്ട് കേട്ടോണ്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. നിങ്ങൾ ഇങ്ങോട്ട് വരി. താത്ത ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടാൻ മാത്രത്തിൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അവിടെ. ഇക്ക പണി മാറ്റി വരുമ്പോഴേ ഒന്നിനും പറ്റാത്ത മുട്ടായി കൊണ്ടുവന്ന് കൊടുക്കണം കുട്ടികൾക്ക്. അപ്പൊ ഞാനത് കൊടുക്കണ്ടാ പറഞ്ഞു. അത് എന്താ അങ്ങനെ പറയാൻ കാരണം പറഞ്ഞ കുട്ടികൾക്ക് അത് തിന്നിട്ട് വല്ല ആരോഗ്യ പ്രശ്നങ്ങളും വരണ്ടാന്ന് പറഞ്ഞിട്ടാണ്. അതിന് താത്താക്ക് ഇങ്ങനെയൊക്കെ വളച്ചൊടിക്കാനുണ്ടോ? നീ കൂടുതൽ വർത്താനൊന്നും പറയേണ്ട റസീന. നിന്റെ സ്വഭാവത്തിലും വർത്താനത്തിലുള്ള മാറ്റമൊക്കെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. നീ എന്നു മുതൽ എത്ര വലിയ മുതലാളിച്ചയായത്? നിനക്കിപ്പോ കണ്ണു പിടിക്കാണ്ട് പോയ അവനുണ്ടല്ലോ, അവൻ ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് നീ ഇങ്ങനെ സുഖമായിട്ട് ഈ വീട്ടിൽ കഴിയുന്നത്. അത് വലുതോ അറിയോ നിനക്ക്? അവനക്കിപ്പോ കുറച്ചിന് കാശിന് ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞിട്ട് അവനെ ഒന്നിനും പറ്റാണ്ടാക്കുക നീ. അവനെ ഈ കുടുംബത്തിന് വേണ്ടി പണിതിട്ടേ എല്ലാവരും ഒരു നിലയ്ക്ക് എത്തിക്കാൻ തന്നെ നോക്കിയിട്ടുള്ളൂ. ഇപ്പൊ അവനക്ക് കുറച്ച് കാശിന് ബുദ്ധിമുട്ട് വന്നപ്പോ നിനക്കൊന്നും അവന് കണ്ണു പിടിക്കുന്നില്ല അല്ലേ? നീ അവനെ പറയുന്നതൊക്കെ പോട്ടെ എന്ന് വെക്ക. ഒന്നിനും പോരാത്ത കുട്ടികളിനടക്കം നീ വെറുതെ വിടുണ്ടോ? നീയൊക്കെ ഒരു പെണ്ണെന്നെയാണടി. സ്നേഹത്തിന്റെ ബന്ധത്തിന്റെയൊക്കെ വില അറിയണമെന്നുണ്ടെങ്കിലേ നല്ല കുടുംബത്തിൽ ജനിക്കണം. ഇതൊന്നും ഇല്ലാത്ത നിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. പറ്റില്ല അക്ക, ഞാൻ ക്ഷമിക്കണതിന്റെ പരമാവധി ക്ഷമിച്ചിരിക്കണം. ഇനി എന്നെയും കൊണ്ട് വയ്യ. പെട്ടെന്നൊരു വാടക വീടെടുത്ത് മാറുക പറഞ്ഞ എങ്ങനെയാണ്? അതും നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരവസ്ഥയിൽ. അതിന് എനിക്ക് കൊട്ടാരമൊന്നും വേണ്ടക്ക. അടച്ചുറപ്പുള്ള ഒരു റൂമായാലും മതി. എനിക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറി താമസിക്കണം, അത്രേ ഉള്ളൂ. നമ്മൾ ഇവിടുന്ന് പോയാൽ ഉമ്മാക്ക് അതൊരു വിഷമാവും. ഉമ്മാക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉമ്മയും വന്നോട്ടെ. എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പൊന്നു പോലെ നോക്കമ്മാന്. അങ്ങനെയാണെങ്കിൽ ഞാനതൊന്ന് അന്വേഷിക്കട്ടെ. എന്നിട്ടിപ്പോ ഇതെങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് പറയുക? അതൊക്കെ ഞാൻ പറയാം. ഉമ്മ, നമ്മളിവിടുന്ന് മാറാൻ പോവുകയാണ് കേട്ടോളി. മാറ്. എവിടേക്ക്? ഇക്കൊരു വാടക വീട് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒന്നിച്ചു പോകാൻ പറ്റില്ലമ്മ. അതന്നെ നല്ലതും. ഇങ്ങനെയുള്ളവരൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാ നല്ലത്. അപ്പോഴാണ് അവർക്ക് സ്നേഹത്തിന്റെ ബന്ധത്തിന്റെയൊക്കെ വില അറിയുള്ളൂ. നിങ്ങൾ പോകുമ്പോഴേ ഞാനും നിങ്ങളുടെ ഒപ്പം ഉണ്ട്. അവൻ എവിടെ ഇരിക്കണ് അവിടെ ഇരിക്കാനേ എനിക്കും ഇഷ്ടം.